ചുഴന്നിടുന്ന സംസാര ചക്രത്തിൽ
മലയാളി കേട്ടുവളർന്ന കവിതാശകലങ്ങൾ. ഓരോരുത്തരും ഹൃദയത്തിലേറ്റാൻ ആഗ്രഹിക്കുന്ന, ഇനിയും ഇനിയും കേൾക്കാൻ കൊതിക്കുന്ന, ഗൃഹാതുരത്വം തുളുമ്പുന്ന വരികൾ. ജ്ഞാനപ്പാന മലയാളത്തിലെ ഭക്തികാവ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കൃതിയാണ് പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന. വേദാന്ത ദർശനങ്ങളെ ലളിതമായി അവതരിപ്പിച്ച ഈ കവിയുടെ ജീവിതാനുഭവങ്ങളിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു. കൃഷ്ണ, ഗുരുവായൂരപ്പ, കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. ഏതാണ് ഈ കുട്ടിയോള്? ഓ, അതോ, അത് നമ്മുടെ വാലിക്കാരി അമ്മയുടെ കുട്ടികളാ. ഇവരുടെ വീട്ടിൽ മുഴു പട്ടിണിയാണേ. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. നമുക്കുള്ളതിലൊരു പങ്ക് അവർക്കും കൊടുക്കാലോ. അത് നന്നായി. അമ്മിണിയേ, തമ്പ്രാട്ടി എന്തിനാണ് വിളിച്ചത്? തൊഴുത്ത് വൃത്തിയാക്കിയോ? പൂവ് തമ്പ്രാട്ടി. ആ, എന്നാൽ പൂജക്കുള്ള പൂക്കളെല്ലാം ഒരുക്കി വെക്കൂ. ശരി തമ്പ്രാട്ടി. നല്ല ഇണക്കമുള്ള കുട്ടികൾ. എന്നാണാവോ നമുക്ക് ഈ ഭാഗ്യം സിദ്ധിക്ക? വേളി കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു കുഞ്ഞുകാല് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. അങ്ങ് ഗുരുവായൂരപ്പന്റെ പരമഭക്തനല്ലേ? നമുക്കൊരു ഉണ്ണി പിറക്കാൻ അവിടുന്ന് തന്നെ ഭഗവാനോട് പറയൂ. ഭവതി വിഷമിക്കാതിരിക്കൂ. എല്ലാം അതാത് സമയത്ത് ഗുരുവായൂരപ്പൻ തന്നുകൊള്ളും. ഈശ്വരനോട് മനമുരുകി കേണു പറഞ്ഞാൽ ആ കാരുണ്യവാൻ നമ്മെ കൈവിടില്ല. അങ്ങനെ രണ്ടുപേരും എന്നും നാമജപവും പ്രാർത്ഥനയുമായി കഴിഞ്ഞുകൂടി. അതിനിടയിൽ അവർ ആഗ്രഹിച്ചതുപോലെ ഇല്ലത്തൊരു ഉണ്ണി പിറന്നു. ഉണ്ണി പിറന്ന വിവരമറിഞ്ഞ ഇല്ലത്തുള്ള എല്ലാവരും, ബന്ധുജനങ്ങളും വളരെയധികം സന്തോഷിച്ചു.
അമ്മയോളം നീ സഹിക്ക. സ്നേഹം കൊണ്ടൊരു തോണിയുണ്ടാക്ക്, കാലത്തിനറ്റത്തു പോകാം. സ്നേഹം കൊണ്ടൊരു തോണിയുണ്ടാക്ക്, കാലത്തിനറ്റത്തു പോകാം. ആറ്റുനോറ്റുണ്ടായൊരുണ്ണി, അമ്മ കാത്തു കാത്തുണ്ടായൊരുണ്ണി. അമ്പോറ്റിക്കണ്ണന്റെ മുമ്പിൽ അമ്മ കുമ്പിട്ടു കിട്ടിയ പുണ്യം. ചോടൊന്നു വയ്ക്കുമ്പോൾ അമ്മയ്ക്കു നെഞ്ചിൽ കുളിരാം കുരുന്നാകുമുണ്ണി. ചോടൊന്നു വയ്ക്കുമ്പോൾ അമ്മയ്ക്കു നെഞ്ചിൽ കുളിരാം കുരുന്നാകുമുണ്ണി. ആറ്റുനോറ്റുണ്ടായൊരുണ്ണി, അമ്മ കാത്തു കാത്തുണ്ടായൊരുണ്ണി. കുഞ്ഞുറങ്ങിയോ? ഉറങ്ങി. നോക്കൂ, എന്തോ ഓമനത്തമാണ് ഉണ്ണിയുടെ മുഖത്ത്. സാക്ഷാൽ ഉണ്ണിക്കണ്ണനെ പോലെ. എല്ലാം ഭഗവാന്റെ കടാക്ഷം, അല്ലാതെന്താ? നമുക്ക് ഇവന്റെ അന്നപ്രാശനം ഗംഭീരമായി തന്നെ നടത്തണം. എല്ലാ സൂചനകളെയും വിളിക്കണം. അങ്ങ് അതിനായി നല്ലൊരു സമയം കണ്ടെത്തണം. നാം അത് എപ്പോഴേ നോക്കി. 2 ദിനത്തിനപ്പുറം രാത്രിയിൽ നല്ലൊരു മുഹൂർത്തമുണ്ട്. നമുക്ക് ആ സമയത്ത് ഈ ചടങ്ങ് അങ്ങ് നടത്താം. എന്നാൽ അങ്ങനെ തന്നെ ആവട്ടെ. അങ്ങനെ ആ സുദിനം വന്നെത്തി. കുഞ്ഞിന്റെ അന്നപ്രാശനത്തിന്റെ ദിനം. ചടങ്ങിൽ പങ്കെടുക്കാൻ ബന്ധുക്കൾ ഓരോരുത്തരായി എത്താൻ തുടങ്ങി. അന്തർജനം കുഞ്ഞിനെ കുളിപ്പിച്ചുറക്കിയ ശേഷം ബന്ധുജനങ്ങളെ സ്വീകരിക്കുന്നതിൽ വ്യാപൃതയായി. ആ, വരൂ വരൂ, അകത്തേക്ക് വന്നാലും. തനിച്ചേ ഉള്ളോ? മോളെ കൂടി കൊണ്ടുവരാമായിരുന്നു. നടന്ന് ക്ഷീണിച്ചു കാണൂല്ലേ? ആദ്യം അല്പം സംഭാരം കുടിക്കാം. അല്ല, അന്നപ്രാശനത്തിലുള്ള മുഹൂർത്തായി. പോയി കുഞ്ഞിനെടുത്തോണ്ട് വരൂ. ഓ, ശരി ശരി. എവിടെ എന്റെ ഉണ്ണി? ഇവിടെയാണല്ലോ ഞാൻ കിടത്തിയത്. ഇപ്പോൾ ഇവിടെ കാണുന്നില്ലല്ലോ. എവിടെ? എന്താ ഇത്? ഉണ്ണി, 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 ഒരു ചലനമില്ലല്ലോ. എന്റെ കൃഷ്ണ, ചതിച്ചോ? എന്റെ ഉണ്ണിക്ക് എന്ത് സംഭവിച്ചു? ഭഗവാനേ, കൃഷ്ണ, ഉണ്ണി, എന്റെ ഉണ്ണി, അവിടുന്ന് എന്റെ ഉണ്ണിയെ വേഗം വിളിച്ചിട്ട് പോയോ? ഉണ്ണി, ഉണ്ണി, എന്റെ ഉണ്ണി, കണ്ടു കൊതി തീർന്നില്ലല്ലോ കൃഷ്ണ. ലാളിച്ചും ഓമനിച്ചും എനിക്ക് മതിയായില്ല കണ്ണ. നീ വിളിച്ചിട്ട് പോയില്ലേ കണ്ണ? ഞാൻ ഇനി ജീവിക്കണ എന്തിനാണ് കണ്ണ? ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കണം എന്റെ കണ്ണ? ഉണ്ണി, എന്റെ ഉണ്ണി.
കൃഷ്ണ കൃഷ്ണ മമ ജന്മദുഃഖങ്ങൾ തീർത്തിടേണം. പൂന്താനം, ഉണ്ണിയായി ഞാനുണ്ടല്ലോ കൂടെ. ഈ ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി? 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 അതെ, പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന ഇവിടെ ജനിക്കുകയായി. പൂന്താനത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കൃതിയാണ് ജ്ഞാനപ്പാന. ലളിതമായ ശൈലിയിലൂടെ ഭാരതീയ ജീവിത ചിന്ത കുറിക്കുകൊള്ളുന്ന രീതിയിൽ ആവിഷ്കരിക്കുന്നു എന്നതാണ് ഈ കൃതിയുടെ മേന്മ. സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിച്ചു, നാണം കെട്ടു നടക്കുന്നിതു ചിലർ. സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിച്ചു, നാണം കെട്ടു നടക്കുന്നിതു ചിലർ. കോലകങ്ങളിൽ സേവകരായിട്ടു കോലം കെട്ടി ഞെളിയുന്നിതു ചിലർ. കോലകങ്ങളിൽ സേവകരായിട്ടു കോലം കെട്ടി ഞെളിയുന്നിതു ചിലർ. അഗ്നിസാക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ. അഗ്നിസാക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ. ചഞ്ചലാക്ഷിമാർ വീടുകളിൽ പുക്കു കുഞ്ചിരാമൻ കളിക്കുന്നു ചിലർ. ചഞ്ചലാക്ഷിമാർ വീടുകളിൽ പുക്കു കുഞ്ചിരാമൻ കളിക്കുന്നു ചിലർ. അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്ണാൻ പോലും കൊടുക്കുന്നില്ല ചിലർ. അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്ണാൻ പോലും കൊടുക്കുന്നില്ല ചിലർ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ഐഹികങ്ങളായ ഭ്രമങ്ങളുടെ അർത്ഥശൂന്യതയും ഭഗവത് സ്മരണയുടെ പ്രാധാന്യവുമാണ് ഇതിൽ കവി പ്രധാന വിഷയമാക്കിയിരിക്കുന്നത്.
ഭക്തിയെയും ജ്ഞാനത്തെയും കർമ്മപാശം കൊണ്ട് ബന്ധിപ്പിച്ച് ശക്തമായ രീതിയിൽ അനുവാചക ഹൃദയത്തിലേക്ക് കവി തൻ്റെ സന്ദേശം സന്നിവേശിപ്പിക്കുന്നു. ജ്ഞാനപ്പാന രചിച്ച ശേഷം ഗുരുവായൂർ ക്ഷേത്രത്തിലെ സ്ഥിര സന്ദർശകനായിരുന്നു പൂന്താനം. ആയിടെ തൻ്റെ വാതരോഗശമനത്തിനായി ഭജനയിരിക്കാൻ വേണ്ടി മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടും ഗുരുവായൂർ എത്തിച്ചേർന്നു. ജ്ഞാനപ്പാനയ്ക്ക് ശേഷം താൻ എഴുതിയ സന്താന ഗോപാലം പാനയുടെ തെറ്റുതിരുത്താൻ മേൽപ്പത്തൂരിനെ ആ കൃതി ഏൽപ്പിക്കാൻ ഇത് തന്നെയാണ് നല്ല അവസരം എന്ന് പൂന്താനം ചിന്തിച്ചു. അങ്ങനെ ക്ഷേത്രനടയിലേക്ക് നടന്നടുക്കുമ്പോഴാണ് കൊച്ചുകുട്ടികൾ അവിടെ നൃത്തമാടുന്നത് പൂന്താനം കാണുന്നത്. നൃത്തത്തിൽ മുഴുകിയിരുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ണിക്കണ്ണൻ താളത്തോടെ നൃത്തം ചെയ്യുന്നതായി അനുഭവപ്പെടുന്നു. ആ നൃത്തത്തിൽ ലയിച്ച് മതിമറന്ന് ആസ്വദിച്ച് അദ്ദേഹം അങ്ങനെ നിൽക്കുകയാണ്. കണ്ണാ 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 തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണൻ ഒരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാത്താൻ. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണൻ ഒരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാത്താൻ. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണൻ ഒരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണൻ ഒരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണാ 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 കണ്ണാ. കാർവർണ്ണൻ തന്നുടെ മേനി കായാമ്പൂ വിരിച്ചു കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരവേശം. കാർവർണ്ണൻ തന്നുടെ മേനി കായാമ്പൂ വിരിച്ചു കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരവേശം. കാർവർണ്ണൻ തന്നുടെ മേനി കായാമ്പൂ വിരിച്ചു കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരവേശം. ആനന്ദം പരവേശം. കണ്ണാനി ആടിയ ലീലകളൊന്നൂടി ആടൂലേ. കണ്ണാനി ആടിയ ലീലകൾ ഒന്നൂടി ആടൂലേ. കണ്ണാനി ആടിയ ലീലകൾ ഒന്നൂടി ആടൂലേ. ഒന്നൂടി ആടൂലേ. കണ്ണാ 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 കണ്ണാ. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണൻ ഒരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാത്താം. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണാ 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 കണ്ണാ
പൊട്ടും കുത്തി പൊന്മയിൽ പീലി കുത്തിയ കണ്ണാ നീ വിളയാടൂ ചന്തത്തിൽ കണ്ണെഴുതി ചന്ദന പൊട്ടും കുത്തി പൊന്മയിൽ പീലി കുത്തിയ കണ്ണാ നീ വിളയാടൂ എന്നുള്ളിൽ വിളയാടൂ കണ്ണാ നീ ആടിയ ലീലകളൊന്നൂടിയാടൂലേ കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നൂടിയാടൂലേ കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നൂടിയാടൂലേ ഒന്നൂടിയാടൂലേ കണ്ണാ 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 കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ കതിർന്നുള്ളിയെടുത്ത് കണ്ണാ 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 പുല്ലാങ്കുഴലൂതിയൂതി കണ്ണാ കണ്ണാ പുല്ലാങ്കുഴലൂതിയൂതി കണ്ണാ കണ്ണാ പുല്ലാങ്കുഴലൂതിയൂതി പൂവാലി പശുക്കളെ പുല്ലാങ്കുഴലൂതിയൂതി പൂവാലി പശുക്കളെ പുല്ലാങ്കുഴലൂതിയൂതി പൂവാലി പശുക്കളെ പുല്ലേറെ ഉള്ളിടത്ത് മേയ്ക്കുവാൻ പോകുമ്പോൾ പുല്ലാങ്കുഴലൂതിയൂതി പൂവാലി പശുക്കളെ പുല്ലേറെ ഉള്ളിടത്ത് മേയ്ക്കുവാൻ പോകുമ്പോൾ കണ്ണാടി ആടിക ലീലകൾ കണ്ണാടി ആടിക ലീലകൾ ഒന്നൂടിയാടൂലേ കണ്ണാടി ആടിക ലീലകൾ ഒന്നൂടിയാടൂലേ കണ്ണാടി ആടിയ ലീലകൾ ഒന്നൂടിയാടൂലേ ഒന്നൂടി ആടൂലേ കണ്ണാ 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 തുളസി കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ തുളസി കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ തുളസി കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ കണ്ണാ കണ്ണാ പൂന്താനം, എന്തേ ഇവിടെ നിൽക്കുന്നത്? ഞാനിവിടെ ഭട്ടതിരിപ്പാടിനെ കാണാൻ വന്നതാണ്. ഓ, എന്നിട്ടെന്തേ ഇവിടെ നിൽക്കുന്നത്? അദ്ദേഹം കൂത്തമ്പലത്തിനകത്തുണ്ടല്ലോ, അങ്ങോട്ട് ചെല്ലൂ.
യോഗീന്ദ്രാണാം ത്വദംഗേഷ്വധികസുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥത്തെ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണ കാരുണ്യസിന്ധോ കൃത്വാ നിശേഷതാപാൻ പ്രദിശത്തു പരമാനന്ദ സന്തോഷലക്ഷ്മീ. ആരിത്? പൂന്താനമോ? എന്താണാവോ വരവിന്റെ ഉദ്ദേശം? ഞാൻ എഴുതിയ സന്താനഗോപാലം പാന. അങ്ങേക്ക് വിരോധമില്ലാച്ച ഇതിലെ പിഴവുകളൊന്ന് തീർത്തു തരണം. ഭാഷാ കവിതയിൽ നോക്കാൻ എന്തിരിക്കുന്നു? അതിൽ അബദ്ധമല്ലാതെ വല്ലതും കാണുമോ? വിശേഷിച്ചും പൂന്താനത്തിന് വിഭക്തി ഉറച്ചിട്ടുമില്ലാലോ. അതിനാൽ അത് മുഴുവൻ പിഴവ് തന്നെ ആയിരിക്കും. പൂന്താനത്തിന് ഭട്ടതിരിയോളം വിഭക്തി ഉറച്ചിട്ടില്ലെങ്കിലും ഭട്ടതിരിയേക്കാൾ ഭക്തി ഉറച്ചിട്ടുണ്ട്. ഭട്ടതിരിയുടെ വിഭക്തിയേക്കാൾ എനിക്കിഷ്ടം പൂന്താനത്തിന്റെ ഭക്തിയാണ്. കൃഷ്ണ കാരുണ്യസിന്ധു, ഭഗവാനെ അങ്ങന്റെ കണ്ണു തുറപ്പിച്ചു. വേഗം പോയ നമ്പൂരി വിളിച്ചോണ്ട് വരിക. ഹേ പൂന്താനം, നമ്മുടെ വാക്കുകൾ കേട്ട് അങ്ങേക്ക് മുഷിച്ചിലുണ്ടായോ? നാം ഒരു മനോരാജ്യത്തിലായിരുന്നതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. പൂന്താനത്തിന്റെ കവിത ഏറ്റവും നല്ലത് തന്നെ. അങ്ങയുടെ ജ്ഞാനപ്പാന ഇതിന് തെളിവാണല്ലോ. അങ്ങ് മനസ്താപപ്പെടേണ്ട. സന്താനഗോപാലം തീർന്നിടത്തോളം നാം ഒന്ന് കാണട്ടെ. നാം നോക്കി തിരുത്തിത്തരാം. ഇതിൽ നോക്കുക, ശ്രീകൃഷ്ണനും അർജുനനും കൂടി വൈകുണ്ഠത്തിൽ ചെന്ന ഭാഗത്തെ വൈകുണ്ഠത്തെ നേരിൽ കാണുന്നത് പോലെയല്ലേ അങ്ങ് വർണ്ണിച്ചിരിക്കുന്നത്? ഇതെങ്ങനെ സാധിച്ചു? കേമായിരിക്കണോ? കേമം. ഒരിക്കൽ സ്വപ്നത്തിൽ ഗുരുവായൂരപ്പൻ തന്നെ കാണിച്ചു തന്നതാണ് ഇതെല്ലാം. പൂന്താനത്തിന്റെ നിഷ്കളങ്ക ഭക്തിയാണ് ഭഗവാൻ ഏറെ ഇഷ്ടം. ഭഗവാൻ തന്നെ വന്നു പറഞ്ഞു തന്നതല്ലേ ഇതിലെ പല കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ ഇതിൽ യാതൊരു തെറ്റുമില്ല. ഭഗവാനെ, ഭക്തവത്സല, ഇനിയും നമ്മോട് കാരുണ്യം കാണിക്കാൻ താമസമരുതേ കൃഷ്ണ. കരുണ ചെയ്വാനെന്തു താമസം കൃഷ്ണ, കരുണ ചെയ്വാനെന്ത് താമസം കൃഷ്ണ, കരുണ ചെയ്വാനെന്ത് താമസം
കൃഷ്ണ കഴലീന കൈ തൊഴുന്നീ ഹരി കഴലീന കൈ തൊഴുന്നീ കൃഷ്ണ. ശരണാഗതന്മാർക്കിഷ്ട വരദാനം ചെയ്തു ചെമ്മേ ശരണാഗതന്മാർക്കിഷ്ട വരദാനം ചെയ്തു ചെമ്മേ ഗുരുവായൂരം തന്നിൽ ഗുരുവായൂരം തന്നിൽ മരുവുമാക്കില ദുരിതഹരണ ഭഗവൻ ഗുരുവായൂരം തന്നിൽ മരുവുമാക്കില ദുരിതഹരണ ഭഗവൻ കരുണ ചെയ്വാനെന്തു താമസം കൃഷ്ണ കഴലീന കൈ തൊഴുന്നീ കൃഷ്ണ. ഉരുതര ഭാവസിന്ധോ ദുരിത സഞ്ജയമാകും ഉരുതര ഭാവസിന്ധോ ദുരിത സഞ്ജയമാകും തിരതന്നി മരതീക്കവലംബം മരതകമണിവർണ്ണൻ ഹരി തന്നെ എന്നു തവ മരതകമണിവർണ്ണൻ ഹരി തന്നെ ഇന്നു തവ ചരിതവന്നനങ്ങളിൽ തവ ചരിതവന്നനങ്ങളിൽ തവ ചരിതവന്നനങ്ങളിൽ സകല മുനികൾ പറവതറിവനധുന ചരിതവർണ്ണനങ്ങളിൽ സകല മുനികൾ പറവതറിവനധുന കരുണ ചെയ്വാനതു താമസം കൃഷ്ണ കഴലീന കൈ തൊഴുന്നീ കൃഷ്ണ. യോഗീന്ദ്രാണാം
त्वदङ्गेष्वधिकसुमधुरं मुक्तिभाजां निवासो भक्तानां कामवर्षद्युतरुकिसलयं नाथा ते पादमूलम् नित्यं चित्तस्थितं मे पवनपुरपदे कृष्ण कारुण्यसिन्धो कृष्ण कारुण्यसिन्धो हृत्वा निशेषतापान् प्रदिशतु परमानन्द सन्दोहलक्ष्मी प्रदिशतु परमानन्द सन्दोहलक्ष्मी अज्ञात्वा ते महत्त्वं यदिह निगदितं विश्वनाथ क्षमेथा स्तोत्रं चैतत्सहस्रोत्तरमधिकतरं त्वत्प्रसादाय भूयात् द्वेधा नारायणीयं श्रुतिषु च जनुषस्तुत्यदा वर्णनेन स्फीतं लीलावतारैरिदमिह कुरुताम् आयुरारोग्यसौख्यम् आयुरारोग्यसौख्यम् പൂന്താനം ഭഗവാൻ എത്രമാത്രം പ്രിയങ്കരനായിരുന്നു എന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പല പല മുഹൂർത്തങ്ങളിൽ കൂടി കടന്നുപോയാൽ നമുക്ക് മനസ്സിലാക്കാം. ആ വഴികളിലൂടെയാണ് ഇനി നമ്മുടെ യാത്ര. गुप्तसमेत्यपिदना प्रतिभिपरीदा निर्मद्य चैद्यमखगेन्द्रबलं प्रहस्य मां रक्षसेन विधिनोद्वहवीर्यशुल्काम् अन्तःपुराणरजनीमहिमद्यबिन्दुं नत्वामुदहे कदमिति प्रभवाः മൂവം. വേഗം വരിക, ഭാഗവത പാരായണം അവിടെ തുടങ്ങിക്കഴിഞ്ഞു. പൂന്താനത്തിന്റെ അർത്ഥവ്യാഖ്യാനം കേൾക്കാനാണ് എനിക്കിഷ്ടം. ഉപേതാൽ യസ്യാംഗ്രി പങ്കജരജസ്തവനം മഹാന്തോ വാഞ്ചത്യുമാമതിരവാത്മതമോപഹത്യൈ യർഹ്യം ഭുജാക്ഷനലഭേന ഭവൽ പ്രസാദം ജഹ്യാമസൂൻ വ്രതകൃശാൻ ശതജന്മഭിസ്യാൽ. പൂന്താനം, നീ ഇതിന്റെ അർത്ഥം അങ്ങ് പറഞ്ഞോളൂ. വിദർഭ രാജാധിപതി ഭീഷ്മകൻ എന്ന രാജാവിന് 5 പുത്രന്മാരും അതിസുന്ദരിയായ ഒരു പുത്രിയും ഉണ്ടായിരുന്നു. പുത്രിയുടെ പേര് രുക്മിണി എന്ന. പുത്രന്മാരിൽ പ്രഥമൻ രുക്മി. രാജധാനിയിൽ വരുന്നവരാൽ പറയപ്പെട്ട മുകുന്ദന്റെ രൂപവീര്യവർണ്ണന കേട്ട് രുക്മിണി ശ്രീകൃഷ്ണനെ മനസ്സ തൻ്റെ പതിയായി അങ്ങ് വരിച്ചു. പക്ഷേ കൊട്ടാരത്തിൽ രുക്മി ഒഴിച്ച് ബാക്കി എല്ലാവരും ഇതിൽ സംതൃപ്തരായിരുന്നു. രുക്മി മാത്രം തൻ്റെ സഹോദരിയെ സുഹൃത്തായ ശിശുപാലന് വിവാഹം കഴിച്ചു കൊടുക്കാൻ താൽപ്പര്യം കാണിച്ചു. ഇതറിഞ്ഞ് രുക്മിണി തനിക്ക് ഏറ്റവും വിശ്വസ്തനായ ഒരു ബ്രാഹ്മണനെ വിളിച്ച് തനിക്കു വേണ്ടി ശ്രീകൃഷ്ണന്റെ അടുക്കിലേക്ക് ദൂതിനായി നിയോഗിച്ചു. ഹേ ഭുവനസുന്ദര, ഞാൻ അങ്ങയെ മാത്രമേ ഭർത്താവായി വരിക്കുകയുള്ളെന്നും അങ്ങ് ഇവിടെ വന്ന് എന്നെ ഭാര്യയായി സ്വീകരിച്ച് ശിശുപാലനിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്നും പറഞ്ഞ് ഒരു എഴുത്തു കൊടുത്തുവിട്ടു. ഹേ പൂന്താനം, എഴുത്തു കൊടുത്തു വിട്ടെന്ന് ഏത് ശ്ലോകത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? അത്
എഴുത്തു കൊടുത്തയച്ചില്ല എന്ന് ഏത് ശ്ലോകത്തിലാണുള്ളത്? ആ ബ്രാഹ്മണൻ എൻ്റെ അടുക്കൽ വന്നപ്പോൾ രുക്മിണിയുടെ ഒരെഴുത്തുകൂടി കൊണ്ടുവന്നിരുന്നു. കണ്ടോ കണ്ടോ പൂന്താനത്തിൻ്റെ ഭക്തിയുടെ ആഴം. പൂന്താനത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും ഭഗവാൻ അവിടെയുണ്ട്, പൂന്താനത്തിൻ്റെ കൂടെ തന്നെ. അങ്ങനെ പൂന്താനത്തിന്റെ ഭക്തി ആ നാട്ടിലെങ്ങും പരന്നു. അതുകൊണ്ട് തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രഥമ സ്ഥാനീയനായി തീർന്നു പൂന്താനം. ക്ഷേത്രത്തിലെ ഏത് വിശേഷാവസരങ്ങളിലും പൂന്താനത്തിന് പ്രഥമ സ്ഥാനം കൽപ്പിച്ച് നൽകിയിരുന്നു. ആയിടയ്ക്കാണ് ദൂരസ്ഥനും വിദ്വാനും വേദജ്ഞനുമായ ഒരു നമ്പൂതിരി ഗുരുവായൂർ സന്ദർശനത്തിനെത്തിയത്. അദ്ദേഹം മഹാപണ്ഡിതനായിരുന്നു. നമ്പൂതിരി അന്നക്ഷേത്രത്തിലേക്ക് കടന്നു വന്നപ്പോൾ പൂന്താനം ഭക്ഷണം കഴിക്കുന്നതിനായി 1-ാം സ്ഥാനത്ത് തന്നെ ഇരിക്കുന്നു. ഇത് കണ്ടുകൊണ്ടുവന്ന ഒരു ക്ഷേത്രാധികാരി വളരെയധികം പരുഷമായി പൂന്താനത്തിനോട് സംസാരിക്കുന്നു. എന്താ പൂന്താനം, ഇദ്ദേഹത്തെ മനസ്സിലായില്ലെന്നുണ്ടോ? മഹാപണ്ഡിതനും വേദജ്ഞനും. ഇന്ന് ഇദ്ദേഹമാണ് നമ്മുടെ അതിഥി. അതുകൊണ്ട് പൂന്താനം ഇരിക്കുന്ന ഈ പ്രഥമ സ്ഥാനം ഇദ്ദേഹത്തിനു വേണ്ടി ഒഴിഞ്ഞു നൽകണം. ഇന്ന് ഈ സ്ഥാനത്ത് പൂന്താനം ഇരിക്കുന്നത് ഒട്ടും ഉചിതല്ല. മാറിയിരിക്കൂ പൂന്താനം. എന്താ പൂന്താനത്തിന് ചെവി കേൾക്കില്ലെന്നുണ്ടോ? വലിച്ചു മാറ്റ അയാളെ. കൃഷ്ണ, എന്റെ കൃഷ്ണ, ഗുരുവായൂരപ്പാ. പൂന്താനം, എന്തിനാണ് നാണം കെട്ടി ഇവിടെ ഇരിക്കുന്നത്? അങ്ങ് ഇല്ലത്തേക്ക് പോയിക്കൊള്ളുക. ഇനി എന്നെ കാണാൻ ഒരിക്കലും ഈ ക്ഷേത്ര പരിസരത്തേക്ക് വരേണ്ടതില്ല. ഞാൻ പൂന്താനത്തെ കാണാൻ ഇല്ലത്തേക്ക് എത്തിക്കൊള്ളാം. അല്ലെങ്കിൽ തന്നെ പൂന്താനത്തിന്റെ കൂടെ എപ്പോഴും ഞാൻ ഉണ്ടല്ലോ. ഇത് ഇനിയും മനസ്സിലായില്ലേ? ഭഗവാൻ എന്നോട് ക്ഷമിച്ചാലും അല്പസമയത്തേക്ക് എനിക്ക് മായ ബാധിച്ചു പോയി. ക്ഷമിച്ചാലും ഭക്ത ശിരോമണി. അവിടുന്ന് തന്നെയാണ് ഈ സ്ഥാനത്തിരിക്കേണ്ടത്. അങ്ങാണ് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടയാൾ. പോവരുത്, പോവരുത്. സാരില്ല, നമുക്ക് ആരോടും യാതൊരു വിദ്വേഷവും ഇല്ല. മറിച്ച് നന്ദിയുണ്ട് താനും. താങ്കളുടെ പ്രവൃത്തി കാരണമാണല്ലോ ഭഗവത് വചനങ്ങൾ നേരിട്ടു കേൾക്കാനുള്ള ഭാഗ്യം ഏവർക്കും സിദ്ധിച്ചത്. നന്ദി, വളരെ നന്ദി. നേരെ സന്ധ്യ ആവാറായി. ഈ സമയത്ത് അങ്ങ് ഒറ്റയ്ക്ക്? എൻ്റെ ഉണ്ണിക്കണ്ണൻ എൻ്റെ കൂടെ ഉണ്ട്. ജീവൻ വേണമെങ്കിൽ ഭാണ്ഡം കൊടുക്കാം. ഓടിക്കോ, ആരോ വരുന്നുണ്ട്. എന്തിനാണ് അങ്ങ് ഈ രാത്രി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്? ഇരുട്ടുന്നതിന് മുമ്പ് ഇല്ലത്തെത്തണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ സാധിച്ചില്ല. അങ്ങ് വന്നില്ലായിരുന്നുവെങ്കിൽ ആ കള്ളന്മാർ നമ്മെ കൊന്നേനെ. അല്ല, ആരാണ് അവിടുന്ന്? ഞാൻ മങ്ങാട്ടച്ചനാണ്.
സാമൂതിരി തിരുമനസിൻ്റെ മന്ത്രി മങ്ങാട്ടച്ചൻ. എൻ്റെ പ്രജകൾ ആപത്തിൽപ്പെടുമ്പോൾ സഹായത്തിനായി എന്നെ വിളിച്ചാൽ എനിക്ക് വരാതെ തരമില്ലല്ലോ. അങ്ങ് പ്രജാക്ഷേമ തൽപരനായ യഥാർത്ഥ ഭരണാധികാരി തന്നെ. ഏവരും അങ്ങേപോലെ ആയിരുന്നുവെങ്കിൽ നമ്മുടെ നാട് സ്വർഗമായേനെ. ഈശ്വരൻ തന്നെയാണ് അങ്ങേ ഇങ്ങോട്ട് അയച്ചത്. നമ്മുടെ ജീവൻ രക്ഷിച്ചതിന് എന്താപ്പ തരിക? ആ, ഇത് സ്വീകരിച്ചാലും. ഇത് വേണ്ടിയിരുന്നില്ല തിരുമേനി. ഞാൻ സദാ കർമ്മനിരതനാണ്. പക്ഷേ പ്രതിഫലേച്ച തെല്ലുമില്ല. അല്ല, തിരുമേനി എന്താ ഈ വഴിക്കൊക്കെ? പൂന്താനം, എനിക്ക് ഇന്നലെ സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ സ്വപ്നദർശനം ഉണ്ടായി. ഭഗവാന്റെ വിഗ്രഹത്തിൽ ഒരു മോതിരം കിടക്കുന്നുണ്ടെന്നും അത് പൂന്താനത്തെ ഏൽപ്പിക്കണമെന്നും ഭഗവാൻ അരുളി ചെയ്തുകൊണ്ടായി. ഇന്ന് രാവിലെ നട തുറന്നപ്പോഴല്ലേ അതിശയം. ഇതാ ആ മോതിരം വിഗ്രഹത്തിന്റെ വിരലിൽ കിടക്കുന്നു. നാം അതുകൊണ്ട് വന്നതാണ്. ഓ, അത് ശരി. ഇന്നലെ രാത്രി നമ്മെ കള്ളന്മാരിൽ നിന്നു രക്ഷിച്ചത് ഭഗവാനെ അങ്ങായിരുന്നു. നമുക്കൊന്നും മനസ്സിലാവണില്ല പൂന്താനം, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. കൃഷ്ണ, ഗുരുവായൂരപ്പ, ഭക്തവത്സല. ഇങ്ങനെ കാലങ്ങൾ വീണ്ടും കടന്നുപോയി. പൂന്താനത്തിന് വീണ്ടും സന്താന സൗഭാഗ്യമുണ്ടായി. എന്നാൽ പൂന്താനത്തിന് ഭഗവാനോടുള്ള ഭക്തി കൂടിക്കൂടി വരികയും ചെയ്തു. തൻ്റെ കൂടെ ഈശ്വരൻ നടക്കുന്നു എന്ന തോന്നലോടുകൂടിയാണ് പൂന്താനം എപ്പോഴും പെരുമാറിയിരുന്നത്. ഇത് കാണുമ്പോൾ വിശേഷിച്ച് പൂന്താനത്തിൻ്റെ വീട്ടുകാർക്ക് അദ്ദേഹത്തിന് ചിത്തഭ്രമം സംഭവിച്ചു എന്നാണ് തോന്നിയിരുന്നത്. ശ്രീകൃഷ്ണൻ വന്ന് തന്നെ ഉടലോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് അദ്ദേഹം എന്നും സ്വപ്നം കാണുമായിരുന്നു. അച്ഛാ, അച്ഛൻ ആരോ പ്രതീക്ഷിച്ച് നിൽക്കുകയാണെന്ന് തോന്നുന്നു. അതെ, ഇന്നൊരു വിശിഷ്ട അതിഥി വരുന്നുണ്ട്. അതാരാണച്ചാ ഇത്ര വിശേഷപ്പെട്ട ഒരു അതിഥി? ഭഗവാൻ ശ്രീകൃഷ്ണൻ. ആര്? ഭഗവാൻ കൃഷ്ണനോ? ഭ്രാന്ത് പറയാതിരിക്കൂ അച്ഛാ. അല്ല, ആരിത്? രാമനോ? എന്താ ഈ വഴിക്കൊക്കെ? മോളെ, സംഭാരം കൊണ്ടുവരിക. അങ്ങയെ ഒന്ന് കാണാൻ ഇറങ്ങിയതാണ്. അങ്ങ് എവിടെയോ പോകാൻ ഒരുങ്ങി നിൽക്കുന്നത് പോലെ തോന്നുന്നു. എന്നാൽ നന്നായി കണ്ടോളുക. നമ്മെ ഇന്ന് കൊണ്ടുപോകാൻ സാക്ഷാൽ ദ്വാരകാനാഥൻ തന്നെ എത്തുന്നുണ്ട്. അല്ല, ആരുടെ കാര്യമാണ് അങ്ങൊന്ന് പറയുന്നത്? രാമൻ നായരെ, അച്ഛൻ ഇപ്പോൾ എന്നും ഇങ്ങനെയാണ്. ഭഗവാൻ കൃഷ്ണനോടുള്ള അടങ്ങാത്ത ഭക്തിയാൽ അച്ഛന് മതിഭ്രമം ബാധിച്ചിരിക്കുകയാണ്. ഈ കുട്ടിക്കൊന്നും യാതൊരു വിവരവുമില്ല. രാമൻ നായരെ, ഞാൻ പറയുന്നത് സത്യാണ്. രാമ, ഏതായാലും നോം ഇന്ന് വൈകുണ്ഠത്തിലേക്ക് യാത്രയാവുകയാണ്. നീ വരുന്നോ എൻ്റെ കൂടെ? അയ്യോ, ഞാനില്ല അങ്ങുന്നേ. വീട്ടിൽ എൻ്റെ ഭാര്യയും മക്കളും. മോളെ, നീ വരുന്നോ? അച്ഛാ, വിഡ്ഢിത്തം പറയാതിരിക്കൂ. ആരാ ഇവിടെ നിൽക്കണേ?
ഇത് അമ്മിണിയാണങ്ങുന്നേ. ആഹാ, അമ്മിണിയോ? നോം ഇന്ന് വൈകുണ്ഠത്തിലേക്ക് യാത്രയാവാണ്. എന്താ, നീ വരുന്നോ? ഏ, വൈകുണ്ഠത്തിലേക്കോ? ഞാൻ വരുന്നുണ്ടങ്ങുന്നേ, ഞാൻ വരുന്നുണ്ട്. എനിക്കങ്ങേ വിശ്വാസമാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത്? തിരുമേനിയെ കാണുന്നില്ലല്ലോ. അയ്യോ, അച്ഛൻ എവിടെ? രാമൻ നായരെ, അച്ഛനെ കാണുന്നില്ലല്ലോ. അയ്യോ അച്ഛാ, അച്ഛൻ ഇത് എന്ത് പറ്റി? ഇവിടെ എന്താണ് സംഭവിച്ചത് അച്ഛാ? അയ്യോ ഈശ്വര, അച്ഛൻ എവിടെ? അച്ഛാ, അമ്മിണി എഴുന്നേൽക്ക്. അമ്മിണി, അമ്മിണി, ഇതെന്ത് പറ്റി അമ്മിണിക്ക്? അമ്മിണി, അമ്മിണി. ഭഗവാൻ വിഷ്ണു മംഗളം മധുസൂദനം മംഗളം പുണ്ടരീകാക്ഷം മംഗളം ഗരുഡധ്വജ മാധവം
മാധവ നിത്യം സകല കാര്യേഷു झिली झर्झरित मृदङ्गपटः भेरीश्च शङ्खध्वनि वीणा डम्बरु मृदङ्गमहुरु घण्टारवो घर घरि तम्बूरकृतकरताळि काहाळि ताळध्वज एते वाद्य सुघोष सहितं पूर्वं तु ते दशवक्त्रा दशभुजा दशपाद जना प्रभा विशालया राजमाना പൂന്താനം ഈ ലോകം വിട്ടുപോയിരിക്കുന്നു. ഭഗവാൻ നേരിട്ട് വന്ന് ആ ധന്യാത്മാവിനെ ഉടലോടെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ഭഗവാന്റെ ഉത്തമ ഭക്തനെ വിശ്വസിച്ച ജോലിക്കാരിയായിരുന്ന അമ്മിണിക്കും മുക്തി പ്രാപ്തമായിരിക്കുന്നു. പൂന്താനത്തിന്റെ കഥ നടന്നത് ത്രേതായുഗത്തിലോ ദ്വാപരയുഗത്തിലോ അല്ല, ഈ കലിയുഗത്തിലാണ്. ഏകദേശം 500 വർഷങ്ങൾക്ക് മുൻപ്, 1547 കാലഘട്ടം. ഈശ്വരനെ പൂർണ്ണമായി ആശ്രയിച്ചാൽ ആധ്യാത്മികതയുടെയും ഭൗതികതയുടെയും ഉത്തുംഗ ശൃംഗത്തിൽ ആ കാരുണ്യവാൻ നമ്മെ എത്തിച്ചുകൊള്ളും എന്ന് പൂന്താനത്തിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ശ്രീകൃഷ്ണനോടുള്ള കലർപ്പില്ലാത്ത ഭക്തി, അതൊന്നു മാത്രമാണ് പൂന്താനത്തെ ഇത്രയും പ്രശസ്തനാക്കിയത്. ജ്ഞാനപ്പാനെ ഇത്രയും ജനകീയമാക്കിയതും അതുതന്നെയാണ്. സൃഷ്ടാവിനെ എന്നും ഓർമ്മിപ്പിക്കുന്ന മഹത്തരമായ സൃഷ്ടി, അതാകുന്നു ജ്ഞാനപ്പാന. ഈ മലയാളക്കരയുടെ ഓരോ മൺതരിയിലും പൂന്താനവും ജ്ഞാനപ്പാനയും ഇന്നും ജീവിക്കുന്നു.
ശക്തി കൂടാതെ നാമങ്ങളെപ്പോഴും ഭക്തി പൂണ്ടു ജപിക്കണം നമ്മുടെ സിദ്ധകാലം കഴിവോളമീ വണ്ണം ശ്രദ്ധയോടെ വസിക്കണമേവരും. കാണാകുന്ന ചരാചര ജാതിയെ നാണം കൈവിട്ടു കൂപ്പി സ്തുതിക്കണം. ഹരിശാശ്രു പരിപ്ലുതനായിട്ടു പരുഷാദികളൊക്കെ സഹിച്ചുടൻ സജ്ജനങ്ങളെ കാണുന്ന നേരത്തു ലജ്ജ കൂടാതെ വീണു നമിക്കണം. ഭക്തി തന്നിൽ മുഴുകിച്ചമഞ്ഞുടൻ മത്തനെ പോലെ നൃത്തം പൂതിക്കണം. പാരിലിങ്ങനെ സഞ്ചരിച്ചിടുമ്പോൾ പ്രാരബ്ധങ്ങള ശേഷമൊഴിഞ്ഞിടും. വിധിച്ചിടുന്ന കർമ്മമോടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹമൊരിടത്ത്. കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ടു കുതിച്ചിടുന്നു ജീവനുമപ്പോഴേ. ശക്തി വേറിട്ടു സഞ്ചരിച്ചിടുവാൻ പാത്രമായില്ല എന്നതു കൊണ്ടേതും പരിതാപം മനസ്സിൽ മുഴുക്കേണ്ട. തിരുനാമത്തിൻ മഹാത്മ്യം കേട്ടാലും തിരുനാമത്തിൻ മഹാത്മ്യം കേട്ടാലും കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ജാതി പാർക്കിലോരന്ത്യജനാകിലും വേദവാദി മഹീസുരനാകിലും നാവു കൂടാതെ ജാതന്മാരാകിയ മൂകരെ അങ്ങൊഴിച്ചുള്ള മാനുഷർ എണ്ണമറ്റ തിരുനാമമുള്ളതിൽ ഒന്നു മാത്രമൊരിക്കലൊരു ദിനം സ്വസ്ഥനായിട്ടിരിക്കുമ്പോഴെങ്കിലും സ്വപ്നത്തിൽ താനറിയാതെയെങ്കിലും മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റൊരുത്തർക്കു വേണ്ടി എന്നാകിലും കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഏതു ദിക്കിലിരിക്കലും തന്നെ നാവു കൊണ്ടിതു ചൊല്ലി എന്നാകിലും അതുമല്ലൊരു നേരമൊരു ദിനം ചെവി കൊണ്ടിതു കേട്ടുവെന്നാകിലും ജന്മസാഫല്യം അപ്പോഴേ വന്നുപോയി ബ്രഹ്മസായുജ്യം കിട്ടിയിടുമെന്നല്ലോ ശ്രീധരാചാര്യൻ താനും പറഞ്ഞിതു. ബാദരായണൻ താനും അരുൾ ചെയ്തു. ഗീതയും പറഞ്ഞിടുന്നതിങ്ങനെ വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു.
ചൊല്ലുവിൻ നാമങ്ങൾ ആനന്ദം പൂണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ മതിയുണ്ടെങ്കിലൊക്കെ മതിയിതു തിരുനാമത്തിൻ മഹാത്മ്യമാമിതു പിഴയാകിലും പിഴകേടെന്നാകിലും തിരുവുള്ളമരുൾക ഭഗവാനേ തിരുവുള്ളമരുൾക ഭഗവാനേ കൃഷ്ണ ഭഗവാനേ കൃഷ്ണ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ